ഒരുവിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോകമെങ്ങും കുടിയിരിക്കാനായിട്ട് സൃഷ്ടിച്ചത്. ഒരേ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് സർവ്വഭൂമിയിലെ സകല ജനങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. കറുത്തവരോ വെളുത്തവരോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആരുമായിക്കോട്ടെ, ക്രിസ്ത്യാനികളോ ആരുമായിക്കോട്ടെ, പുരോഹിതന്മാരായിക്കോട്ടെ, രാജാക്കന്മാര് പ്രഭുക്കന്മാരായിക്കോട്ടെ, എല്ലാവരും ആര്യന്മാരായിക്കോട്ടെ, ദ്രാവിഡന്മാരായിക്കോട്ടെ, എല്ലാവരുടെയും അപ്പൻ ആദമാണ്. ആദം എന്ന് പറഞ്ഞ ഒരേ ഒരു പുരുഷന്റെ പാപിയുടെ രക്തത്തിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് മരിച്ചതിന് ശേഷം ദൈവമാരെന്ന് തിരിച്ചറിയാതെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് ഇങ്ങനെ നശിച്ചു പോകുന്ന നമ്മളെ തേടി ദൈവം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ താണ ലോകത്തിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു ആരാണ്? ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത് ഈ വചനത്താലാണ്. ദൈവത്തിന്റെ വചനമാണ് ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. ആ പുത്രൻ, ആ വചനം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ രക്ഷകൻ. അങ്ങനെ എന്താണ്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപം സ്വയം ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് മരിപ്പാൻ മതിയായി. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹമാകുന്നുള്ള വചനത്തിന്റെ അർത്ഥം ഇതാണ്. യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാര ബലിയായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു.